എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 183 ചോദ്യങ്ങളാണ് ചെയ്തു തീർത്തിയത് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കിൾ ടച്ചിങ് എ ലൈൻ, അതായത് വരയെ തൊടുന്ന സർക്കിൾ അല്ലെ, ഒരു വരയെ തൊടുന്ന സർക്കിൾ. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വര അല്ലെ, അതായത് ടാൻജന്റ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമുക്കറിയാം ഒരു സർക്കിൾ, ആ സർക്കിളിന് ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ സർക്കിളിനെ തൊടുന്ന രണ്ട് വരകൾ അല്ലെ, അതായത് രണ്ട് ടാൻജന്റുകൾ, രണ്ട് തൊടുവരകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും നമ്മൾ പഠിച്ചു അല്ലെ. അതായത് സർക്കിളിനെ തൊടുന്ന രണ്ട് വരകൾ. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ നേരെ തിരിച്ച് സർക്കിൾ ടച്ചിങ് എ ലൈൻ, അതായത് ഒരു ലൈനെ അല്ലെ, ഒരു വരയെ ടച്ച് ചെയ്യുന്ന സർക്കിൾ അല്ലെ. അപ്പൊ അത് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? അതായത് ഇവിടെ ഈ സർക്കിൾ ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയാൽ ഈ പോയിന്റിൽ അല്ലെ, ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്ന രണ്ട് വരകളാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ സർക്കിൾ നമ്മൾ ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെ അങ്ങനെ നോക്കിയാൽ ഈ രണ്ട് വരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു അല്ലെ. ഇനി എനിക്ക് ഈ വരകളെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വരകൾ അല്ലെ, അതാണ് ടാൻജന്റ്. അത് എങ്ങനെയാണ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇവിടെ നേരെ തിരിച്ച് രണ്ട് വരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ ഈ രണ്ട് വരകളിലും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ എനിക്ക് വരയ്ക്കണം. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുക? അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഈ സർക്കിളിന്റെ ആരം എന്തായിരിക്കണം? ഈ ലൈനിന് ലംബമായിരിക്കണം അല്ലെ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് സർക്കിളിന്റെ റേഡിയസ് ഈ രണ്ട് വരകൾക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. ഇത് 90 ഡിഗ്രി ആയിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കണം? ഈ ആംഗിൾ 90 ആയിരിക്കണം, ഈ ആംഗിൾ 90 ആയിരിക്കണം അല്ലേ. അതായത് ഈ സർക്കിളിന്റെ ഈ റേഡിയസ് ഈ രണ്ട് വരകൾക്ക് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് നമുക്കറിയാം. അതായത് ഈ സർക്കിളിന്റെ ഈ കേന്ദ്രം, സെന്റർ, ഈ രണ്ട് വരകളിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കണം അല്ലെ. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഈ സർക്കിളിന്റെ ഈ സെന്റർ, കേന്ദ്രം, ഈ രണ്ട് വരകളിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റ് എവിടെയായിരിക്കും? ഈ കോണിന്റെ സമഭാജിയിലായിരിക്കും അല്ലെ. അതായത് ബൈസെക്ടറിലായിരിക്കും ഈ പോയിന്റ് വരിക. ഒന്ന് നോക്കിയാൽ, ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ ബൈസെക്ടറിൽ ഏതെങ്കിലും പോയിന്റിലായിരിക്കും നമ്മുടെ എന്ത് വരിക? ഈ സർക്കിളിന്റെ സെന്റർ വരിക അല്ലെ, കേന്ദ്രം വരിക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ തന്നെ വരയ്ക്കണമെന്നുണ്ടോ ഒരു സർക്കിള്? അല്ല, കുറച്ചും കൂടി നീക്കി വരയ്ക്കാനും നമുക്ക് പറ്റും അല്ലേ. ഈ പോയിന്റ് നോക്കിയാൽ, ഇപ്പൊ ഇവിടെ ടച്ച് ചെയ്താൽ മതി, ഇവിടെ നമുക്ക്, അതായത് സെന്റർ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കാം അല്ലെ. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീട്ടി ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം അല്ലെ. അതായത് ഈ ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം അല്ലെ. അതായത് എന്ത് ശരിയായാൽ മതി? ഈ സർക്കിളിന്റെ കേന്ദ്രം എവിടെ ആയാൽ മതി? ഈ സമഭാജിയിലായാൽ മതി അല്ലെ, അതായത് ഈ ബൈസെക്ടറിലായാൽ മതി. ഇവിടെ നോക്കിയാൽ ഞാൻ മറ്റൊരു സർക്കിൾ വരച്ചു അല്ലെ. അപ്പൊ ഇവിടെയും നോക്കിയാൽ ഈ രണ്ട് വരയെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ സെന്റർ എവിടെയാണ്? ഇവിടെ കേന്ദ്രം നോക്കിയാൽ ഈ സമഭാജിയിലാണ് ഇതിന്റെ കേന്ദ്രം അല്ലെ, സർക്കിളിന്റെ കേന്ദ്രം. അപ്പൊ അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര സർക്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ രണ്ട് വരകളെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കാമെന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു പല സർക്കിളുകൾ നമുക്ക് ഇതുപോലെ വരയ്ക്കാം. ഇനി ഇതിന്റെ മൂന്ന് വരകൾ, അതായത് ഇപ്പൊ ഒരു ത്രികോണത്തിന്റെ സൈഡുകളാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറി? ഒരു ത്രികോണമായി മാറി അല്ലെ, ഒരു ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വരകളെയും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇതുപോലെ കുറെ സർക്കിളുകൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരേ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ കൂട്ടിമുട്ടിച്ച് നോക്കിയപ്പോ നമുക്ക് ഇതുപോലെ കുറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ മൂന്ന് വരകളെയും കൃത്യമായി ടച്ച് ചെയ്യുന്ന ഒരേ ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ മൂന്ന് സൈഡിനെയും ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ആ സർക്കിൾ നമ്മളൊരു പേര് പറയും, അതാണ് ഇൻസർക്കിൾ. ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ അന്തർവൃത്തം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെയാണ് നാം ഇൻ സർക്കിൾ എന്ന് പറയുക. സർക്കം സർക്കിൾ എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ത്രികോണത്തിന്റെ അല്ലെ, ഒരു ത്രികോണാണെങ്കിൽ ത്രികോണം അതിന്റെ മൂന്ന് മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ അല്ലെ. അപ്പോൾ ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാലോ,
ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളിലൂടെ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഈ സർക്കിളിനെയാണ് നാം എന്ത് പറയുക? ഇൻസർക്കിൾ, അതായത് അന്തർവൃത്തം എന്ന് പറയുക. ഇനി നമുക്കൊരു ത്രികോണത്തിന്റെ അന്തർവൃത്തം, അതായത് ഇൻസർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമിനാണെങ്കിൽ എന്തായിരിക്കും? ആ ത്രികോണത്തിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അളവ് അനുസരിച്ച് വേണം നാം ത്രികോണം വരയ്ക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഉണ്ട്. ഈ ത്രികോണത്തിന്റെ ഇൻസർക്കിൾ വരയ്ക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ നമുക്ക് 3 ആംഗിളുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഏതെങ്കിലും 2 ആംഗിളുകളുടെ സമഭാജി ബൈസെക്ടർ നമ്മൾ വരയ്ക്കുക. ശ്രദ്ധിക്കുക, ഏതെങ്കിലും 2 ആംഗിളുകളുടെ, അതായത് കോണുകളുടെ സമഭാജി വരയ്ക്കാം. വശങ്ങളുടെ അല്ല, കോണുകളുടെ സമഭാജി വരയ്ക്കുക. അപ്പോൾ നമുക്ക് സമഭാജി വരയ്ക്കാൻ അറിയാം അല്ലേ? അതായത് കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ അല്ലേ ഇവിടെ നമുക്ക് ഒരേ അളവിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ആർക്ക് വരയ്ക്കാം. അപ്പോൾ നോക്കിയേ അല്ലേ, ഇവിടെ നിന്ന് ചെറിയ ഒരു ആർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കുറച്ച് കോമ്പസിൽ കുറച്ചും കൂടി നീളം കൂട്ടിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കും എല്ലാ വരകളും. അപ്പോൾ എന്ത് ചെയ്യാം? കുറച്ച് നീളം കൂട്ടിയെടുത്തിട്ട് ഈ പുറത്ത് വരുന്ന രൂപത്തിൽ വരയ്ക്കാം. ഇവിടെ വരച്ചാലൊന്നും കുഴപ്പമില്ല. കുറച്ചും കൂടി ഫിഗർ വൃത്തിയാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മൾ നീളം കൂട്ടിയെടുത്തിട്ട് ആർക്കുകൾ ഇവിടെ വരുന്ന രൂപത്തിൽ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കുത്തിയിട്ട് 2 ആർക്ക് അല്ലേ, ഇവിടെ കുത്തിയിട്ട് ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഞാനിവിടെ ആർക്ക് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്കിപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൈസെക്ടർ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി ഏതെങ്കിലും ഒരു ആംഗിളിൻ്റെ കൂടി ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നോക്കിയാൽ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ആദ്യം ഈ 2 ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലേ? ഇനി കുറച്ചും കൂടി നീളം കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ആർക്കിന് വെച്ചു അല്ലേ? ഈ 2 ആർക്ക് വരച്ചു. ആ 2 ആർക്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളിൻ്റെ സമഭാജി കിട്ടി അല്ലേ? അപ്പോൾ ഈ ആംഗിളിൻ്റെ സമഭാജി കിട്ടി, ഈ ആംഗിളിൻ്റെ സമഭാജി കിട്ടി. ഈ 2 വരകൾ എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്? ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഇനി നമുക്ക് എന്തറിയാം? നമുക്കറിയാം ഇവിടെ നിന്ന് അല്ലേ, ഇവിടെ നിന്ന് ഏതെങ്കിലും സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, ലംബമായ ദൂരമായിരിക്കും എന്തായിട്ട് വരിക? റേഡിയസ് ആയിട്ട് വരിക അല്ലേ? ഇവിടെ നമുക്കറിയാലോ, ഇവിടെ നിന്നുള്ള ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ അല്ലേ, ലംബമായ ദൂരമാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കൃത്യമായിട്ട് വളഞ്ഞു പോകാതെ കൃത്യമായിട്ട് ഇവ തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ നീളമാണ് നമ്മുടെ റേഡിയസ് അല്ലേ? നമ്മൾ യോജിപ്പിച്ചു. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. ഇനി എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഈ അളവ് കോമ്പസിൽ എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ, ഈക്വൽ ആയിരിക്കും. ഈ അളവെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നോക്കിയാൽ ഈ അളവെടുത്തുകൊണ്ട് ഞാൻ ഒരു സർക്കിൾ വരച്ചു മനസ്സിലെ, കോമ്പസിൽ എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഇതാണ് ഇതിൻ്റെ ഇൻസർക്കിൾ. അപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ ത്രികോണത്തിൻ്റെ അളവ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അളവനുസരിച്ചായിരിക്കും ത്രികോണം വരയ്ക്കുക. എന്നിട്ട് ഇതേ രൂപത്തിൽ എന്ത് ചെയ്യാം? ഇൻസർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ റേഡിയസ് ഒന്ന് അളന്ന് എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ റേഡിയസ് അല്ലെ കൃത്യമായി പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ റേഡിയസ് എത്രയാണെന്ന് അളന്നിട്ടൊന്ന് എഴുതാം. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ ശ്രദ്ധിക്കുക. ട്രയാങ്കിളിൻ്റെ ഏരിയയും ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള ബന്ധം അല്ലേ, അത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതേ ട്രയാങ്കിൾ തന്നെ എടുക്കാം. ഇതേ ട്രയാങ്കിൾ ഇതിന് ഞാനൊരു പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസർക്കിളാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഈ എ എന്ന ഈ കോണിന് എതിരെയുള്ള വശം, ഈ വശത്തിൻ്റെ നീളം നമുക്ക് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതായത് ഈ എ എന്ന കോണിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം സെൻറ്റിമീറ്റർ. ഇനി ബി എന്ന കോണിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം സ്മോൾ ബി, അത്രയും സെൻറ്റിമീറ്റർ. ഇനി സി എന്ന ഓപ്പോസിറ്റ് ആണെങ്കിലോ C സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 3 വശങ്ങളുടെ നീളം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ 3 മൂലകളെയും ഞാനിങ്ങനെ ബന്ധിപ്പിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ 3 കോണുകൾ, അപ്പം ഇനി ആയിട്ട് ഞാനിങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നു. ഇപ്പം നോക്കിയാൽ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചപ്പോൾ 3 ത്രികോണങ്ങൾ കിട്ടി അല്ലേ? 3 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 ത്രികോണങ്ങളുടെയും ഏരിയകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടും അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ½ ഇൻറ്റു ബേസ് ഇൻറ്റു h. ഇവിടെ നോക്കിയാൽ ഇന്ന് ആദ്യം ഈ ചെറിയ ത്രികോണം എടുക്കണം, അതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. എന്ത് വരും അതിൻ്റെ ഏരിയ? അതായത് നമുക്കിപ്പോൾ മൊത്തം വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടാൻ എന്തൊക്കെ കൂടി കൂട്ടണം? ആദ്യം ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലേ, അതായത് ഹാഫ് ഇൻറ്റു ബി, ബേസ് നമുക്കറിയാം A ആണ് ഇതിൻ്റെ നീളം അല്ലേ, ഇത്രയും നീളമാണ് ബേസ്, അതായത് A. അപ്പോൾ ½ ഇൻറ്റു A ഇൻറ്റു h എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രികോണത്തിൻ്റെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, അതായത് ഇത് നമുക്കറിയാം എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ ഇത്?
റേഡിയസ് അല്ലേ, ആറാണ് റേഡിയസ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ, ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ. പ്ലസ് ഇനി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ, അതും കൂടി കൂട്ടണം. അപ്പോൾ എന്ത് ചെയ്യാം, ഹാഫ് ഇൻറ്റു എക്ക് പകരം ഇതാണ് നമ്മുടെ ബേസ്, അപ്പോൾ ബി ഇൻറ്റു എച്ച് അല്ലേ. എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രികോണം, അപ്പോൾ ഈ മൂലയിൽ നിന്ന് ഇവിടേക്കുള്ള ലംബമായ ദൂരം. ഇതും എന്താണ്, ഇതും റേഡിയസ് ആണ് അല്ലേ, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ എച്ചിന് പകരം നമുക്ക് ആർ എന്ന് എഴുതാം. പ്ലസ് ഇനി ഇതിൻ്റെ കാണണം അല്ലേ, ഇവിടെ ഹാഫ് ഇൻറ്റു ബി, ബേസ് എത്രയാണ്, സി. അപ്പോൾ ഹാഫ് ഇൻറ്റു സി ഇൻറ്റു എച്ച് ഏതാണ് അല്ലേ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതും എന്താണ്, ആറ് തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ആർ എന്ന് കിട്ടി. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടി അല്ലേ. അതായത് ഹാഫ് ഇൻറ്റു ഹാഫ് എല്ലാത്തിലും ഉണ്ട് അല്ലേ, മൂന്നിലുള്ളത് കൊണ്ട് ഹാഫിനെ പുറത്തെടുക്കും. പിന്നെന്താണ് കോമൺ ആയിട്ടുള്ളത്, ആറ് അല്ലേ, ആറ് മൂന്നിലുണ്ട്, അപ്പോൾ ആറിനെ ഞാൻ പുറത്തെടുത്തു. ഇനി ബാക്കി എന്ത് വന്നു, ബാക്കി ഇവിടെ വന്നു എ പ്ലസ് ഇവിടെ ബി വന്നു പ്ലസ് ഇവിടെ ഒരു സി വന്നു. ശരിയല്ലേ, ഹാഫ് ആറിനെ പുറത്തെടുത്ത ബാക്കി എ വന്നു, ബി വന്നു, സി വന്നു, എ പ്ലസ് ബി പ്ലസ് സി. ഇനി ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നു, വേറെ ഒന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റും, ഒരു രൂപമൊന്നും ഞാൻ മാറ്റുന്നു. എ പ്ലസ് ബി പ്ലസ് സി, ഇത് ഞാൻ ആദ്യം എഴുതി ബൈ 2 അല്ലേ. ഇനി ഞാനിത് ആറുണ്ട് ഇവിടെ അല്ലേ, അപ്പോൾ ആറ് ഞാൻ ഇപ്പുറത്ത് എഴുതുന്നു, വേറെ ഒന്നും ചെയ്തില്ല, ഇൻറ്റു ആർ അല്ലേ. അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല, ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി, ഇത് ഓർഡർ ഒന്ന് മാറ്റിയത്, ആദ്യം എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതി, പിന്നെ ആറെന്ന് എഴുതി. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ത്രികോണത്തിന് നമുക്കറിയാം, ത്രികോണത്തിന് 3 വശങ്ങളും കൂടി കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് പെരിമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്താ പറയുക, എസ് എന്ന് പറയും അല്ലേ. എസ് നമുക്ക് ഓർമ്മ ഉണ്ടാവും, ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് അല്ലേ, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ. അതിൽ എസ് അതായത് പെരിമീറ്ററിൻ്റെ പകുതി അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം, എ പ്ലസ് ബി പ്ലസ് സി 3 വശങ്ങൾ കൂടി കൂട്ടി അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എസ് കിട്ടും അല്ലേ. അതായത് എസ് എന്ന് കൊടുക്കാം, എസ് ഇൻറ്റു ആർ. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് കിട്ടുക നമുക്ക്, എസ് അല്ലേ. അതായത് 3 വശങ്ങളും കൂടി കൂട്ടുക അതിനെ ബൈ 2, അതാണ് എസ് എന്ന് പറഞ്ഞാൽ അല്ലേ, എസ് ഇൻറ്റു റേഡിയസ്. മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് ഏരിയ അല്ലേ, ഇതിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് കിട്ടിയാൽ നമുക്ക് വേഗം കിട്ടും അല്ലേ, എ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഏരിയ കിട്ടാൻ എസ് ഇൻറ്റു ആർ, അതിൽ നിന്ന് ആറ് കിട്ടാനോ ഏരിയയെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ കേസ് ഒന്നും കൂടി മാറ്റിയത് നോക്കിയാൽ, ആർ ഈസ് ഈക്വൽ ടു ഏരിയ അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ട് എന്താണ്, വശങ്ങളുടെ നീളം തന്നു കഴിഞ്ഞാൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് അല്ലേ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഇതാണ് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ത്രികോണത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി, ഇനി ബാക്കി എന്ത് വരും, ബൈ എസ്, ഈ എസ് അല്ലേ, എസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ റൂട്ട് എസ് ആണ് അല്ലേ, ഇവിടെ അടിയിൽ വെറും എസ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ നോക്കിയാൽ, ഇവിടെ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ, ഇതങ്ങനെ തന്നെ കിടക്കട്ടെ, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ല, അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ എസ്സിനെ നമുക്ക് എന്ത് എഴുതാം, എസ്സിനെ നമുക്ക് റൂട്ട് എസ് ഇൻറ്റു റൂട്ട് എസ് എന്ന് എഴുതാം അല്ലേ, ബൈ റൂട്ട് എസ് ഇൻറ്റു റൂട്ട് എസ് അല്ലേ. റൂട്ട് എസ് ഇൻറ്റു റൂട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് തന്നെ അല്ലേ, എസ് തന്നെ, നമുക്കറിയാം എസ് തന്നെ. അപ്പോൾ ഈ എസ്സിന് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ, ഈ ഒരു റൂട്ട് എസും ഈ റൂട്ട് എസ് അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എസും അല്ലേ, ഈ എസ് റൂട്ട് എസ് ആണ് അല്ലേ, അതും നമുക്ക് ആൻസർ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തോന്ന് നോക്കിയേ, സീക്വൽ ടു റൂട്ട് ഓഫ് മുകളിൽ ഏതൊക്കെ വന്നു, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു, അപ്പോൾ ഈ എസ് പോയി കഴിഞ്ഞു അല്ലേ, എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ഇത് വന്നു അല്ലേ. ഇനി നോക്കിയാൽ ബൈ റൂട്ട് എസ് ആണ് അല്ലേ, അപ്പോൾ അടിയിൽ റൂട്ട് എസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് അങ്ങോട്ട് കോമൺ ആയിട്ട് കൊടുക്കാം. രണ്ടാൾക്കും ഇവിടെ റൂട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ റൂട്ട് എഴുതിയിട്ട് ബൈ എന്തെഴുതിയാൽ മതി, പിന്നെ എസ് അല്ലേ. ഇതിൻ്റെ റൂട്ട്, ഈ റൂട്ട് നമ്മൾ കോമൺ ആയിട്ട് എഴുതി, രണ്ടിനും റൂട്ട് കൊടുത്തു.
അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ഇക്വേഷൻ? റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇതാണ്, എ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ അല്ലേ? അതിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതും നല്ലവണ്ണം ഓർമ്മയിൽ വെക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 3 സൈഡുകളുടെ നീളമാണ് എയും ബിയും സിയും. എസ് എന്ന് പറഞ്ഞാലോ? എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലേ? അതാണ് എസ്. അപ്പോൾ ഇക്വേഷൻ തെറ്റിക്കാൻ പാടില്ല. കാരണം റൂട്ട് ഓഫ് പലരും ഇവിടെ എസ് എഴുതും അല്ലേ? ഇവിടെ എസ്സിന് വേണ്ട, ഇവിടുത്തെ എസ് ക്യാൻസൽ ചെയ്ത് പോയി. പ്രത്യേകം ഓർമ്മിക്കുക, ഈ എസ്സിനില്ല. നമ്മൾ പഴയ ഓർമ്മയിൽ വെച്ചിട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ് എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്. കാരണം എന്താ? ഈ എസ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? അതുകൊണ്ടാണ് റൂട്ടിനുള്ളിൽ എസ് വന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രത്യേക ഓർമ്മയിൽ വെക്കുക. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്, ഈ വരയ്ക്കലും. അപ്പോൾ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 187 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഡ്രോ ദി ട്രയാങ്കിൾ വിത്ത് സൈഡ് 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്ന, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു ത്രികോണത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഈ അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ത്രികോണം വരയ്ക്കുക. വശങ്ങളുടെ നീളം നമ്മൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ത്രികോണം വരയ്ക്കുക. ത്രികോണം വരച്ചിട്ട് അതിൻ്റെ ഇൻ സർക്കിൾ നമ്മൾ വരയ്ക്കണം അല്ലേ? ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ അന്തർവൃത്തം വരയ്ക്കണം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണിത്. വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ തന്നിട്ടുള്ള അളവ് വെച്ചിട്ട് ത്രികോണം വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ തന്നിട്ടുള്ള അളവുകളിൽ ഏറ്റവും വലിയ അളവ് നമുക്ക് ബേസ് ആയിട്ട് വരയ്ക്കാം. അപ്പം എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വൃത്തി കിട്ടുന്നതായിരിക്കും. ഈ വലിയ വശം നമുക്ക് ആദ്യം ബേസ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 9 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഞാൻ നോക്കിയാൽ 9 സെൻറ്റിമീറ്ററിൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ ഒരു സൈഡ് വരച്ചു അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് 8 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആദ്യം ഈ നീളം അല്ലേ ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു. 7 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തിട്ട് ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ത്രികോണം കിട്ടി. ഓക്കെ, ഇപ്പോൾ ത്രികോണം കിട്ടിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇനി മുമ്പ് ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ് ഇനി ചെയ്യേണ്ടത്? ഈ ഏതെങ്കിലും 2 ആംഗിളുകൾക്ക് ബൈസെക്ടർ വരയ്ക്കണം, സമഭാജി വരയ്ക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ആംഗിളുകൾക്കാണ് ബൈസെക്ടർ വരയ്ക്കേണ്ടത്. അതേസമയം നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ അല്ലേ, പരിവൃത്തം വരയ്ക്കുമ്പോൾ എന്താ ചെയ്യാറ്? ഏതെങ്കിലും 2 സൈഡുകൾ എടുത്ത് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും അല്ലേ? ഇവിടെ ഇൻസർക്കിളാണ്, തെറ്റരുത്. ഇൻസർക്കിൾ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 2 ആംഗിളുകളുടെ സമഭാജി വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആംഗിളിൻ്റെ സമഭാജി വരയ്ക്കാൻ നമുക്കറിയാം അല്ലേ? ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇവിടെ കുത്തി ഇങ്ങനെ കട്ട് ചെയ്യുന്നു, വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം നോക്കിയാൽ അല്ലേ, 2 സൈഡിനെയും ഇങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം? കുറച്ചും കൂടി നീളം കൂട്ടിയിട്ട് ഇവിടെ തന്നെ കുത്തിയതേ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഇവിടെ കുത്തിയതേ ഇവിടെ ഒരു ആർക്ക് വരച്ചു അല്ലേ? ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കോണിൻ്റെ സമഭാജി കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് സമഭാജി കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ ആംഗിളും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ഇവിടെ കുത്തിയിട്ട് 2 സൈഡിൽ എന്തേ കട്ട് ചെയ്തു. ഇനി എന്ത് വേണം? കുറച്ചും കൂടി നീളം കൂട്ടിയെടുത്തു അല്ലേ? കൂട്ടിയെടുത്തിട്ട് ഇതേ ഇവിടെ കുത്തിയിട്ട് ഇതേ ഇവിടെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ കുറേ വരകൾ വരും, ശ്രദ്ധിക്കുക ഏതൊക്കെ ആണെന്നുള്ളത്. ഇവിടെ കട്ട് ചെയ്തു. അപ്പം കറക്റ്റായിട്ട് കട്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അതിനെ കുറച്ചും കൂടി നീട്ടി. ഓക്കെ, ഇപ്പം നോക്കിയേ, ഈ പോയിന്റിൽ കട്ട് ചെയ്തു അല്ലേ? ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ? യോജിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഈ ആംഗിളിൻ്റെയും ബൈസെക്ടർ കിട്ടി അല്ലേ? സമഭാജി കിട്ടി. ഇനി നോക്കിയാൽ ഈ 2 വരകളും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? കൂട്ടിമുട്ടുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ വശത്തിലേക്ക് ഏതെങ്കിലും വശം എടുത്താലും മതി. നമുക്ക് ഇതാണ് എളുപ്പം, സൗകര്യം അല്ലേ? അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതായത് കൃത്യമായി ലംബമായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആരമായിട്ട് വരിക. ഈ ഇൻസർക്കിളിൻ്റെ ആരം ഇതാണ് അല്ലേ? അപ്പോൾ ഇതേ അകലം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം? കോമ്പസ് കുത്തിയിട്ട് കൃത്യമായിട്ട് ഈ അകലം നമ്മൾ കോമ്പസിൽ എടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ഇവിടെ നിന്ന് 3 പോയിന്റിലേക്കുള്ള അകലം കൃത്യമാണെന്ന് നോക്കണം. ഇനി നമ്മൾ വരച്ചതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഏതെങ്കിലും ഒരു വശം ഒന്നെങ്കിലും ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് നിൽക്കും അല്ലേ? അതായത് ഒരു പക്ഷേ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോകുമ്പോൾ ഈ നമ്മളെ വര ഇങ്ങനെ പുറത്തേക്കാവുമ്പോൾ നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കും. അത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെ അത് മായച്ചിട്ട് നേരം കളയാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കോമ്പസ് കുറച്ച് കോമ്പസിൻ്റെ ഈ പൊസിഷൻ അല്ലെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് 3 ഭാഗത്തും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഏറെക്കുറെ ആക്കാം.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടും നീക്കേണ്ടി വരും ഒരു പൊടിക്ക്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദ്യം ഈ 3 മൂലകളും ടച്ച് ചെയ്യുന്ന രൂപത്തിലാക്കിയതിന് ശേഷം മാത്രം സർക്കിൾ വരയ്ക്കാം. അതല്ല കറക്റ്റ് വരച്ചവർക്ക് കൃത്യമായിട്ട് തന്നെ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഞാൻ സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നാം ഒരു എന്ത് വരയ്ക്കേണ്ടത്, ഇനി സർക്കിൾ വരയ്ക്കേണ്ടത്. മനസ്സിലല്ല? അപ്പോൾ നല്ലവണ്ണം വരച്ച് തന്നെ പഠിക്കുക, തെറ്റാതെ വരച്ച് പഠിക്കുക. പിന്നെ ചോദ്യത്തിൽ ചില ചോദ്യങ്ങളുണ്ടാവും, ഇതിൻ്റെ റേഡിയസ് അളന്ന് എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് മനസ്സിലായി, ഇതല്ല റേഡിയസ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല. അതുപോലെ ഇതും അളന്ന് എഴുതരുത്, ഇത് പെർപെൻഡിക്കുലർ അല്ല. നാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് റേഡിയസ് എത്രയാണെന്ന് എഴുതാം. അപ്പോൾ അത് മനസ്സിലായല്ലോ? ഇനി അതിൽ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.